ഈ ലോകമാകെ നിങ്ങൾക്കെതിരായാലും നിങ്ങൾക്ക് ഒരു ചുക്കും പറ്റൂല. നിങ്ങളെ കയ്യിൽ ഔറാത്തുണ്ടെങ്കിൽ. ഈ ലോകത്തെ ജനങ്ങളൊക്കെ നിങ്ങൾക്കെതിരായി നിരന്തരം കഴിഞ്ഞ ജനുവരി മാസം തുടക്കത്തിൽ ഈ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ ഞാനാന്ന് കേരളം മൊത്തം പറഞ്ഞു. എന്നിട്ട് എന്തുണ്ടായത്? ഭൂലോകം കൊണ്ട് നമുക്കിനെ കാണണമെങ്കിൽ റഹ്മത്തുള്ള ഖാസിമിനെ നോക്കിക്കൊള്ളുന്നാണ് നടന്നത്. ഉയക്കൂനും മധുഹവും മധുമവും സമ. ജനങ്ങളും മധുഹനും തമ്മിൽ രണ്ടും സമ. ഇന്ന് കാക്കെന്ന് പറഞ്ഞാൽ നാളെ അംകാക്കെന്ന് പറയും. ഇന്ന് അംകാക്കെന്ന് പറഞ്ഞാൽ നാളെ കാക്കെന്ന് പറയും. ഒരു ചെറിയൊരു അക്ഷരത്തിന് അങ്ങോട്ടോട് മാറ്റം ചെയ്യാം. അംകാക്കെന്ന് പറയുമ്പോ അവക്കല്ലേ ഇക്കാക്കനെ പറഞ്ഞത് അങ്ങനെ പറയാനോ. ഓന്റെ ഇക്കാക്കും വലല്ല, ഓന്റെ അമുക്കാക്കും വലല്ല. ഒയക്കൂനും മധുവും മധുവും സഭ. അവന്റെ മധുവും അവന്റെ പ്രശംസയും ആക്ഷേപവും രണ്ടും ഒരുപോലെ. അങ്ങനെ വരില്ല. എന്ത് വില? ഓൻ കേരളത്തിൽ പഠിക്കണ്ട, ഓൻ കാക്കേനാണ് സ്നേഹിക്കും വേണ്ട. ഒയക്കൂനും മധുവും മധുവും സഭ. ഇത് കൂടണ്ട. ഇന്ന് പന്നെ കാക്കെന്ന് ചോദിച്ചാലാണ് നാളെ നേരെ പോലത്തെ തന്നെ അമുക്കാക്കെന്ന് പറയും. മനസ്സിലായില്ല? ഇന്നിപ്പോ നാലാൾ എന്നെ പ്രശംസിക്കുമ്പോഴത്തേക്ക് വഞ്ചിതനാണ്ട ഇതേ തൊള്ളോണ്ട് നാളെ നേരം കൊടുത്താൽ നമുക്കെന്നറിയും. മറ്റന്നാ പിന്നെ ഇക്കാക്കേന്നറിയും. ഉറപ്പിച്ചോളെ ഇതിനൊന്നും. പക്ഷെ എൻ്റെ കയ്യിലൊരു മുതലുണ്ടെങ്കിൽ ഒന്നും എനിക്ക് പറ്റൂല. ഈയും പടച്ചോനും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ ചിത്തായത്തേക്ക് ആവില്ല. അവിടേക്കാണ് ഇവരൊന്നും കണക്കാക്കേ വേണ്ട. ഇന്ന് ഇക്കാക്കുന്ന നാളെ നമുക്കാക്കെന്ന് പറയും. ആണോ അല്ലേ? എല്ലാവരും അങ്ങനെയാണ്. ചങ്ങായി ഞാൻ മരിക്കണം, നിങ്ങൾ മരിക്കണവരെ ഞങ്ങളൊപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ മരിച്ചാൽ ഞാൻ വേറെ ആളെ നോക്കുന്നല്ലേ? ഇജ് വിചാരിച്ച വലിയ ഭർത്താനായിട്ട് അജ് കണക്കാക്കിയത്. എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ എന്നോട് പറയാണ്, കാക്കേ നിങ്ങൾ മരിക്കണത് വരെ ഞങ്ങളൊപ്പം ഉണ്ടാവും കേട്ടോ, ഞങ്ങൾ അത്രപ്പ് കയ്യും കാലും ആരോഗ്യം തടിയും തൂക്കവും ഉള്ള ഒരു മനുഷ്യന് മരിക്കണവരെ ഓളപ്പത്തേ ഓൾക്ക് ആവശ്യമുള്ളൂ. ഇനി വേറെ ആളെ പരീക്ഷിക്കാൻ നിൽക്കണ്ട. എന്തെന്നെ അത്യാവശ്യം അൽഹംദുലില്ലാ. മരിച്ചു കഴിഞ്ഞാലോ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പാടായി, നിങ്ങളായി നിങ്ങളെ കാര്യം, ഞാനായി എൻ്റെ കാര്യം. ഇതന്നെ ഇതിൻ്റെ അർത്ഥം. നമ്മളത് വലിയ കാര്യമായിട്ടാ. ഓള് മരിക്കണത് വരെ എൻ്റെ ഒപ്പം ഉണ്ടാവുന്നത് സത്യം ചെയ്തോളാം. മരിക്കണത് വരെ എൻ്റെ ഒപ്പം UDF ഉണ്ടാവൂടാ. എൻ്റെ കയ്യിൽ ബേരലുണ്ടായാൽ മതി. ഇടയ്ക്ക് പറഞ്ഞു കൊടുത്ത് ഒപ്പിട്ട് കൊടുത്താൽ ഇടയ്ക്കിടയ്ക്ക് ഓല് പറഞ്ഞ വോട്ടിനാണ് കുത്തി കൊടുത്താൽ UDF ഉണ്ടാവും. ഞങ്ങായി അതിനല്ലടാ UDF ഉണ്ടാക്കിയത്. UDF ഉള്ള കാലത്തോളം പെണ്ണുങ്ങൾ ആവശ്യമില്ല, അമ്മസാക്കിൻ്റെ ആവശ്യമില്ല, LDF ഉള്ള കാലത്തോളം ആവശ്യമില്ല. അതൊക്കെ ഇവരൊക്കെ നമ്മളൊപ്പം ഉണ്ടാവും. കുടുങ്ങിയാൽ എല്ലാത്തിനും ഉണ്ടാവും. പ്രത്യേകിച്ച് പെണ്ണും കൂട്ടികളൊന്നും ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഓനെ ഓനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി ഒക്കെ ഒരു പോട്ടെടുക്കുന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ പെണ്ണും കുട്ടികളെന്നുള്ള ഒരുത്തനെ നമ്മളാണ് ഏറ്റെടുത്തു. അങ്ങനെ പറയും. അതൊന്നൊരു വിഷയമല്ല. അപ്പം അവരെ പ്രഥമോ അവരെ മതഹോ അത് കണക്കാക്കണ്ട. ഇജെൻ്റെ പണിയെടുത്തോ. എൻ്റെ റബ്ബും ഇജും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ ആരും ഒഴിവാക്കിയാൽ ആരും ഒഴിവാക്കൂല. റബ്ബ് ഒഴിവാക്കൂല. അതിന് റബ്ബും ഇജും എന്നത് എന്ത് രഹസ്യമുള്ളത്? ഈ നിസ്കാരമല്ലാതെ. അതുള്ള പോലെ ഉണ്ടായാലും അത് മതി. അതിന് അത് ഉള്ളതുപോലെ എനിക്കില്ലല്ലോ. എനക്കുണ്ടോ? അള്ളാഹുവിന്റെ നബിയും സഹാബത്തും നിസ്കരിച്ച പോലെ ഒരു ജീവിതത്തിൽ ഒരു റക്അത്ത് നിസ്കരിച്ചിരുന്നു പറയും. അത് അതിൻ്റെ സ്ഥാനത്തായ അൽഹംദുലില്ലാ. അതിന് ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖശൂഊൻ. ഖുശൂഅുണ്ട്. ഖുശൂഅ് പറഞ്ഞാൽ പഠിച്ചോട് പോയിണ്ടാണ്ട് പഠിച്ചോട് പോയി ഉണ്ടാകുമ്പോൾ കാഞ്ഞു നിൽക്കുന്ന ചട്ടിയിലേക്ക് കടുകെറിഞ്ഞ മാതിരിയാണ് അവസ്ഥ. സൗത്തൻ സൗത്തിൽ അസീരിൽ മിർജലിന്ന് ആയിഷ ബി പറയാണ്. റസൂലുള്ളാഹിന്റെ ഉള്ളു കരിയണത് പുറത്ത് നിന്ന് കേൾക്കാൻ നിസ്കരിക്കുമ്പോൾ. അതന്നെ നിസ്കാരം. ആ നിസ്കാരം കൊണ്ടോ ഈ നിസ്കാരം തന്നെ എന്തിനും മതി. അപ്പം പുറത്തുനിന്ന് സാധനങ്ങൾ കയറ്റി കൊടുക്കേണ്ടി വരും. നമ്മൾ വേറെയുള്ള ബന്ധപ്പെടരാവും പകരും. അപ്പം നമുക്ക് മുൻഗാമികളിലേക്ക് ചേരാൻ കഴിയും. ഒരു സമയം ഒരു വെറുതെ കളയില്ല. പണി വേണം, ഏറ്റെടുക്കണ്ട. പണി ഏറ്റെടുക്കില്ല അങ്ങനെ നമുക്ക് കിട്ടൂല. പിന്നെ ഇപ്പം എന്താണെന്നറിയാം, അള്ളാഹുവിനെ നമ്മളെ ഹൃദയം ശുദ്ധിയാക്കി തരട്ടേന്ന് പറഞ്ഞാൽ പോരാ. അതിനെക്കുറിച്ച് പണിയില്ലേ? വാതിൽമ തച്ചുകൊണ്ട് നിന്നാലേ വാതിലിന് തുറക്കുള്ളൂ. വാതിൽക്ക് അങ്ങനെ നേരം മുക്കൊന്ന് നിൽക്കാലോ. അപ്പോൾ ഉള്ളു കാര്യം അമ്മക്ക് എന്ത് പറയാം? ആരൊക്കെ എന്നാ വാതിലിനെ ആരും കൊട്ടൂട്ടി കൂടിയോ? ഞാൻ ഇപ്പം തന്നെ ഇപ്പുറത്തെ കട്ടിൽമ കിടക്കായിരുന്നല്ലോ.
അപ്പോൾ ഇജ്ജ് വാതിൽക്കൽ ഉണ്ടായാൽ പോലെ അജ്ജ് എന്ത് ചെയ്യണം? തട്ടണം. അതാണ് സുബ്ഹാനല്ലാഹ്, അതാണ് അൽഹംദുലില്ലാഹ്, അതാണ് അല്ലാഹു അക്ബർ, അതാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അത് വാതിൽക്കൽ കൊട്ടലാണ്, ഞമ്മക്കൊന്ന് തുറക്കി. അതാണ് സൂറത്തുൽ ഫാത്തിഹ, അതാണ് ആയത്തുൽ കുർസി. അപ്പം ഇജ്ജ് അങ്ങനെ കൊട്ടി 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 എന്നാ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും? പറയും, തുറക്കും. അപ്പം അതിനുള്ളിൽ കയറാം. നമുക്ക് പറഞ്ഞത് മനസ്സിലായി ചിന്തിക്കണം. ഒരുപാട് ഇത്രയൊന്നല്ല, ഒരുപാട്. ചില സന്ദർഭങ്ങൾ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ചില സന്ദർഭങ്ങൾ ഫാത്തിഹ, ചില സന്ദർഭങ്ങൾ പറയും. ഫാത്തിഹ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറയാണ്, മൻ കാനത് ലഹു ഹാജത്തുൻ ഫലിയഖറ സൂറത്തുൽ ഫാത്തിഹ 40 മറ ബഅദ സ്വലാത്തിൽ മഗ്രിബി عند الفراغ من الفرض والسنة ولا يقوم من مكانه حتى يفرغ من قراءة الفاتحة ثم يسأل الله مراده فإن الله يقضيه لا محالة وقد جربناه فوجدناه نافعا. എന്ന് ഒരു മനുഷ്യനൊരു ആവശ്യമുണ്ടെങ്കിൽ മഗ്‌രിബ് നിസ്കരിച്ചാൽ അവിടെ തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക? 40 ഫാത്തിഹ. ചില സന്ദർഭങ്ങളാണ് പറയുന്നത്. അങ്ങനത്തെ ചില സന്ദർഭങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മാനക്കാലത്തിൽ ഹാജ, ഒരാൾക്കൊരു ആവശ്യമുണ്ടെങ്കിൽ ഫലിയഖ്റ, അവൻ ഓതട്ടെ സൂറത്തുൽ ഫാത്തിഹ 40 മറ ബഅദ സ്വലാത്തിൽ മഗ്രിബി, സ്വലാത്ത് നിസ്കാരം കഴിഞ്ഞിട്ട്, മഗ്‌രിബ് നിസ്കാരം ഇൻദൽ ഫറാഗി മിനൽ ഫർളി വസ്സുന്നത്തി, ഫർദ് നിസ്കാരവും എന്തും കഴിഞ്ഞിട്ട്, സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് വലാ യഖും, പിന്നെ അവൻ വലാ യഖൂമു എണീക്കരുത് മിൻ മക്കാനി, അവൻ്റെ സ്ഥലത്ത് നിന്ന് ഹത്താ യഫ്റഗ മിൻ ഖിറാഅത്തിൽ ഫാത്തിഹ, ഫാത്തിഹ ഓതാതെ അവിടെ എണീക്കരുത്. അതൊരു സമയമാണ്. ഓരോ സമയങ്ങളുടെ സമയത്തിന് അതിന് ഓതേണ്ട സമയമുണ്ട്. ഫാത്തിഹ കൊണ്ടുള്ള പല അമലുകളും ഞാൻ ചില അമലുകൾ ഞാൻ പറഞ്ഞുതരാം. ഒരാവശ്യമുണ്ട്, അപ്പോൾ ഫാത്തിഹ ഏറ്റവും ചുരുങ്ങിയത് എന്താ? എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കണം. മഗ്‌രിബ് അതിൻ്റെ നേരമാണല്ലോ. മുൻഗാമികളൊക്കെ മഗ്‌രിബ് നിസ്കരിച്ചാൽ ഈശ വരെ പടി നിറങ്ങാത്ത കാലം ഇവിടെ കഴിഞ്ഞിട്ടാണല്ലോ. അപ്പം മഗ്‌രിബ് നിസ്കാരം അതിൻ്റെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക? ഒരു 40 ഫാത്തിഹ ഓതുക, 40 ഫാത്തിഹ അവിടെ ഇരുന്ന് ഓതുക. അതൊക്കെ എളുപ്പമാണ്. എന്നിട്ട് സുമ്മ യസ്അലുല്ലാഹ്, പിന്നെ അല്ലാഹുവിനോട് ചോദിക്കുക, പഠിച്ചോനെ എൻ്റെ കാര്യം റാഹത്താക്കി തരണേ. ഫിഖ്ലി ഹജത്തോ, എൻ്റെ ആവശ്യമുള്ള നിർവഹിച്ചു കൊടുക്കും. നാട്ടുകാർക്കൊക്കെ നഷ്ടമാണെങ്കിലും നിനക്ക് നഷ്ടമല്ലെങ്കിലും ലാഭമല്ലെങ്കിലും എൻ്റെ കാര്യം നടന്ന് അങ്ങനെ പോകും. അതിന് കൊടുക്കൂല. ഒരാളെ മുന്നിൽ നമ്മൾ നിന്നരായി കൈനീട്ടാനുള്ള അവസ്ഥ നിരന്ന പോലെ അതിന് അല്ലാഹു നിലനിർത്തി തരട്ടെ. അത്രയല്ലേ ആവശ്യമുള്ളൂ. അതങ്ങനെ നടന്നു പോകും. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ അവിടെ തന്നെ, അതിൻ്റെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുക. എന്നിട്ട് ആവശ്യം ആരോട് പറയാം? 40 ഫാത്തിഹ ഓതുക. എന്നിട്ട് ആവശ്യം റബ്ബിനോട് പറയാം. ഫയഖ്ദില്ലാഹു ഹജതഹു, പിന്നെ അവൻ അപ്പോൾ അല്ലാഹു തആല അവൻ്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കും എന്ന് ഷെയ്ഖ് ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറയുന്നത് ഉണ്ട്. അല്ലാഹു തആല നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. ഇങ്ങനെ സന്ദർഭങ്ങൾ, ഓരോ സന്ദർഭങ്ങളിൽ അത് ചെയ്യുക. ലാ മഹാലത്ത യാദ് ഫഇന്നല്ലാഹ യഖ്ദീഹി, അവൻ്റെ മുറാദിനെ അല്ലാഹു തആല സാധിപ്പിച്ചു കൊടുക്കും. ലാ മഹാലത്ത, അതിന് യാതൊരു സംശയവും വേണ്ട. വഖദ് ജുർരിബ, അത് പരീക്ഷിക്കപ്പെട്ടതാണ്. ഫവജദ്നാഹു നാഫിഅൻ, അത് ഉപകാരപ്രദമായ സംഗതിയായി പിന്നീട് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അതിനുശേഷം ഒരു ദുആണ്ട്. ആ ദുആ മലയാളത്തിൽ ദുആ ചെയ്താലും മതി. ഇലാഹി ഇൽമുക കാഫിൻ അനിസ് സുആലി ഇക്ഫിനി ബിഹഖിൽ ഫാത്തിഹ സുആലൻ വകറമുക കാഫിൻ അനിൽ മഖാലി അക്രിംനി ബിഹഖിൽ ഫാത്തിഹ ലാ മഖാലൻ വഹസന മാ ഫീ ളമീരി. ഇതിനർത്ഥം, അല്ലാഹുവേ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എൻ്റെ ഉള്ളിലുള്ള കാര്യം നിനക്കറിയാമല്ലോ റബ്ബേ, ഫാത്തിഹൻ്റെ ഹക്കുണ്ട്, നീ എൻ്റെ കാര്യം സാധിപ്പിച്ചു. ബസ് അത്ര തന്നെ, അത്രേ ആവശ്യം എന്ന് നീ വേറെ സംഭവം പറഞ്ഞുതരാം. വമൻ ഖറഅൽ ഫാത്തിഹ 41 മറ, 41 വട്ടം ബൈന സുന്നത്തി സുബ്ഹി വ ഫർളിഹി. എന്തേ രോഗം, വേദന ഉണ്ടെങ്കിൽ വേദന, രോഗം പ്രത്യേകിച്ച് കണ്ണുവേദന, പല്ലുവേദന, ഈ പോലത്തെ രോഗങ്ങൾ എന്തുണ്ടെങ്കിലും അത് ഷിഫയാകും. ഷിഫാൻ്റെ സമയമാണ്. വേറെയുണ്ട്, ഒരാൾ സുന്നത്ത് സ്കെച്ചു, സുബൈൻ്റെ സുന്നത്ത് സ്കെച്ചു, ഈ ഫർദ് സ്കെച്ചിട്ടുണ്ടെങ്കിൽ 41 ഫാത്തിഹ ഓതുക. എന്നാൽ ഏത് രോഗത്തിനും പരിഹാരമാവും. ആ രോഗം റബ്ബിനോട് പറഞ്ഞ് ഷിഫാക്ക് വേണ്ടി ദുആ ചെയ്യാം. അല്ലാഹു തആല നമുക്ക് ഷിഫ തരട്ടെ. അതിൽ പ്രധാനപ്പെട്ട സമയമാണ്, അതായത് സുബ്ഹി നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ്, അതായത് സുന്നത്ത് നിസ്കരിച്ചിട്ട് എന്തിൻ്റെ മുമ്പ്? ഫർദ് നിസ്കരിക്കുന്ന മുമ്പ്. അവിടെ കിട്ടുമല്ലോ. സാധാരണ 5 മിനിറ്റ് കൂടി കിട്ടും. സാധാരണ ചിലപ്പോൾ അരമണിക്കൂർ, ബാങ്കൂടുത്തൽ അരമണിക്കൂർ ഉണ്ടാവും ഫർദ് നിസ്കരിക്കാൻ. 20 മിനിറ്റ് 25 മിനിറ്റ് എങ്ങനെയില്ലാതെ പള്ളി തന്നെ എല്ലാം തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പം നോമ്പാകുമ്പോൾ ചിലപ്പോൾ കുറച്ചിട്ടുണ്ടാവും.
സാധാരണ. കാരണം ആളുകൾ എണീറ്റിരിക്കുന്ന സമയം കഴിഞ്ഞ് പിന്നെ ആളുകൾക്ക് വീട്ടിൽ പോകാനും ഒക്കെയുള്ള സമയം കണക്കാക്കി. ഇപ്പോൾ സുബയോ ഇപ്പം റമദാൻ ആയതോടെ കുറച്ച് കുറവുണ്ടാവും സമയം. എന്താണ് ഒരു 10-20 മിനിറ്റ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 41 ഫാത്തിഹ. ഏത് തരം രോഗം റബ്ബിനോട് പറയുക, അള്ളാഹു തന്റെ പ്രയാസങ്ങൾ നീക്കി തരട്ടെ എന്ന്. ومن داوم على قراءتها ليلا ونهارا زال عنه الكسل والفشل. زال عنه الكسل والفشل. എന്താ പറഞ്ഞത്? ഒമൻ ദാവമ അലാ ഖിറാഅത്തിഹ, ഫാത്തിഹ ഓതൽ ഒരാൾ നിത്യമാക്കി, ലൈലൻ വനഹാറൻ, എണ്ണൊന്നുമില്ല, രാവും പകലും ഒഴിവിട്ടുമ്പോഴൊക്കെ എന്തോതും ഫാത്തിഹ ഓതിയാൽ സാലല്ലാഹു അൻഹു, അള്ളാഹു അവനെ തൊട്ട് നീക്കും അൽ കസ്ല, മടിയെ. അങ്ങനെ ആളുകളില്ലേ? എന്തിനു മൂപ്പർക്ക് മടിയ? അങ്ങനത്തെ ആളുകളില്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത കുട്ടികൾ ഭാര്യക്കാരെ പറ്റി ഇവിടെ വാപ്പ എന്ന് പറയലുണ്ട്. പെരിന്ന് ഇറങ്ങൂലോ, ഒരു പണിക്കും പോല ഇറങ്ങൂല, ഇന്ന് പുറത്തിറങ്ങി പോകൂല പെരിന്ന്. അപ്പം എന്താ അവൻ്റെ പ്രശ്നം? മടി. ഈ ആളുകൾക്ക് പിന്നെ പുറത്തിറങ്ങാനും കഴിയില്ല. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനത്തെ ആളുകളുണ്ട്. അള്ളാഹു തആല നമ്മളെ മക്കളായി രക്ഷപ്പെടുത്തി തരട്ടെ. അവർക്ക് മതിയാവൂല. നമ്മളിപ്പോൾ വാപ്പ മക്കളെ കൊണ്ട് നമുക്ക് എല്ലാം ഉണ്ടാവണ്ട, നമ്മളെ കാര്യം റബ്ബാണ്. അവർ മതിയാകണ്ടേ? നിങ്ങൾ പറഞ്ഞ മനസ്സിലായില്ലേ? മകന് മതിയാണ്ടേ? ഇന്നത്തെ കാലം അങ്ങനെയല്ലേ? നീ എല്ലാം നിറഞ്ഞവനെ വരെ പെണ്ണ് വാഴാൻ തയ്യാറല്ല. അങ്ങനത്തെ കാലം. മിനിഞ്ഞാന്ന് രാത്രി എന്നോട് മഞ്ചേരി അങ്ങാടിന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അനുജം വന്ന് തിരിച്ചുപോയി, പെണ്ണിട്ടില്ല. തിരിച്ചുപോയി, പെണ്ണിട്ടില്ല. അപ്പം എല്ലാം നിറഞ്ഞവർക്ക് തന്നെ പെണ്ണുങ്ങൾ മടി കാണിക്കുന്ന ഇന്നത്തെ കാലത്ത് ഒരുത്തിനും പോരാത്തവനാണെങ്കിൽ പിന്നെ ഓരോരുത്തർ 24 മണിക്കൂർ നിൽക്കും പെണ്ണുങ്ങൾ. അവനവന് മതിയാകണം. അപ്പം എന്താണ് മനുഷ്യൻ തടയുന്നൊരു കാര്യം? മടിയനാകുക. ഫാത്തിഹ ഒരാൾ ദായിമാക്കിയാൽ, കേൾക്കുന്നില്ലേ? ഒരാൾ ഒമൻ ദാവമ അലാ ഖിറാഅത്തിൽ ഫാത്തിഹ ലൈലൻ വനഹാറൻ, രാവും പകലും ഒക്കെ അയാൾ എന്തോതാണ് ഫാത്തിഹ, സഅലല്ലാഹു അൻഹുൽ കസ്ല, മടി അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കും. വൽ ഫശല, കുഴച്ചിൽ നീക്കി കൊടുക്കും. കുഴച്ചിൽ എന്ന് പറയാൻ ഒരുപാട് കുഴച്ചിൽ. ഈ ആഴ്ച ഒരാൾ എനിക്ക് ഫോൺ ചെയ്തിട്ടുണ്ട്. ഒരാൾ, എൻ്റെ കുടുംബം എന്നിൽ തൃപ്തിയല്ല, എന്തുകൊണ്ട്? എനിക്ക് ഫഷൽ വന്നിട്ടുണ്ട്. എല്ലാം കൂടെ പരസ്യമായി പറയില്ല, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് അന്തമുള്ളവർക്ക് മനസ്സിലാവും. അവൻ്റെ ഭാര്യക്കും മതിയാകാതിരിക്കുക, അവൻ്റെ കുടുംബത്തിനും മതിയാകാതിരിക്കുക. കുഴച്ചിൽ വന്നാൽ അങ്ങനെ സംഭവിക്കും. അതിന് പരിഹാരമാണ് എന്ത്? ഫാത്തിഹ ഒരു അള്ളാഹുവോട് പറയാം, പരിഹാരം ഉണ്ടാവും. 100%. ഇത്തരം രോഗങ്ങളൊക്കെ ഉള്ള ആളുകൾ സൗകര്യം ഉണ്ടെങ്കിൽ വരണം, പരിഹാരം പറഞ്ഞു കൊടുക്കും. അള്ളാഹു തആല നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. പിന്നെ ഞങ്ങൾ വരുമ്പോഴത്തേന് ഞാൻ പരിഹാരം പറഞ്ഞു നിർത്തേണ്ട, അതും കണ്ട് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ പ്രശ്നമൊക്കെ പരിഹരിച്ച് പോകുന്നു. അത് ഞങ്ങൾ വിചാരിക്കണ്ട. ചില ആളുകൾ വന്നാൽ ഞാൻ പിന്നെ 2 ദിവസം ഒന്നും കൂടി വരുന്നത് അതൊരു പണിയാണ്. അക്കങ്ങൾ അങ്ങനെയാണ്. നമ്മൾ പഞ്ചായത്തിൽ നിന്ന് കുടിക്കണം സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന് കിട്ടണമെങ്കിൽ ഒരു 4 നടത്തിയിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ട്? അത് ഈ കുടിക്കണ സർട്ടിഫിക്കറ്റ് പിന്നെ അതിൽ വിലപ്പെട്ട സാധനമാണെന്ന് ഓനെ അറിയണം. വരുമ്പോഴത്തേന് കുടിക്കണം, മറ്റും ഇതും എല്ലാം തൻ്റെ പേരും മറ്റും മുഴുവൻ എല്ലാം കൂടി വരുമ്പോഴത്തേന് വില്ലേജിന് ഓഫീസർ വില്ലേജ് ഓഫീസർ കൊണ്ടുപോയി അറിയണമെങ്കിൽ അതിനൊരു വിലയുണ്ടോ? ഇത് വില്ലേജൊക്കെ വല്ലതിനും പോകണമെന്ന് തോന്നിയാൽ നമുക്ക് അല്ലെങ്കിൽ തന്നെ ബേജാറാവും. എന്ത് പഠിച്ചോനെ, ഇനിയിപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ അറിയില്ല. സത്യമല്ലേ? അത് അങ്ങനെ ആകണം. എന്തുകൊണ്ട്? അത് എൻ്റെ മുതലിൻ്റെ സൂക്ഷിപ്പ് കേന്ദ്രമാണ്. അതിനൊരു വില ഒക്കെ മനസ്സിലാകണം. 10 സെൻറ്റ് ഭൂമി ഉണ്ടെങ്കിൽ 4 വട്ടം ചുറ്റും വില്ലേജിനൊരു കാര്യം കിട്ടണമെങ്കിൽ അതങ്ങനെ വേണം താനും. എന്തുകൊണ്ട്? അത് വിലയുള്ള സ്ഥലമാണ്. നിൻ്റെ മുതലിന് വില ഉണ്ട്, അതുകൊണ്ട് എനിക്ക് മനസ്സിലായി. പീടിയിൽ നിന്ന് 10 രൂപേൻ്റെ മുതൽ വാങ്ങണ മാതിരിയാണോ വില്ലേജിൽ നിന്നൊരു കാര്യം വാങ്ങൽ? അല്ല, അതിന് വില വേണം. ചില ആളുകൾ പറയുന്നുണ്ട്, ഞാൻ 4 ദിവസം കഴിഞ്ഞിട്ട് ഇന്നാലിന് ഊതി മാറി ഓല് പിന്നെ പോയാൽ പിന്നെ ഒരു വരില്ല. ഓപ്പറെടുത്ത് പോയിട്ട് കാര്യമില്ല. ഞാൻ വരുമ്പോഴത്തിന് തരാൻ നിൽക്കുന്ന ആളല്ല. അല്ല, ഞാൻ സത്യം പറയാം. ഒന്ന്, പിന്നെ രണ്ടാമത്തത്, ചില ആളുകൾ ശൈത്താനിയത്തിന് വരും. ശൈത്താൻ എൻ്റെ തടിക്ക് കയറാൻ ഒരു കാരണം ഉണ്ടാവും. അതിന് ഉത്തരവാദി ഇജ്ജ് തന്നെയാണ്. ശൈത്താൻ അങ്ങനെ കയറൂല.
തിരിഞ്ഞിട്ടില്ല. ശൈത്താൻ കയറാനൊരു കാരണമുണ്ട്. നമ്മൾ നമ്മളെ ഭാര്യൻ്റെ ചുണ്ടും ചെറിയ നോക്കിയിട്ട് രണ്ടാണ്ട് കൊടുത്ത് ചുണ്ടാണ്ട് കുട്ടി. അപ്പോൾ അമ്മോശാക്കി അമ്മായിമ്മ എന്നാണ് ഓളെ കൂട്ടിക്കൊണ്ട്. പിന്നെ നമ്മളെ തെർമോമീറ്ററൊക്കെ താഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമുക്ക് ഓളെ കിട്ടണം. പിന്നെ മോളെടുത്ത് പോയി. അപ്പോൾ വർത്താനമൊക്കെ നല്ല വർത്താനമൊക്കെ പറഞ്ഞ് ഒരു ഗ്ലാസ് ചായയും കൊടുത്ത് ചോദിക്കുറഞ്ഞു. ഇപ്പം ഞങ്ങളൊന്ന് കൂടി ആലോചിക്കട്ടെ, പിന്നെ എൻ്റെ കുഞ്ഞുമാനൊക്കെ കൊണ്ട് വരാണ്ട് ഓലൊക്കെ ഒന്ന് വരട്ടെ, ഞങ്ങൾ എന്തെങ്കിലും കാട്ടണ്ടേ നമുക്ക് തീരുമാനിക്കാൻ മടങ്ങിപ്പോന്നു. 4 നടത്തം 5 നടത്തം നടന്നിട്ടാണ് പിന്നെ ഒരു തീരുമാനം വെച്ചാൽ മൂളി ഇങ്ങോട്ട് പറഞ്ഞേക്കുക. അതോടുകൂടെ ഓളത്തല്ലണ പൂതി എനിക്ക് അവസാനിക്കും. ഓളിനുണ്ടേ, ഓളിനെങ്ങനെ കാര്യം നടക്കൂല. ഈ ദുനിയാവിൽ നിങ്ങൾ വലിയ ആളുകളാന്ന് പറയല്ലേ, പെണ്ണുങ്ങളാണ് രാജിച്ചാൽ നമ്മൾ ആഫീസാണ് വിട്ടു. ഇത് സത്യല്ലേ? സത്യല്ലേ? സത്യമാണ്. ഓളില്ല എൻ്റെ ആഫീസിന് വിട്ടു. അപ്പം എന്ത് വേണം, ഒരിക്കലും വില ഉണ്ടെന്ന് ഇപ്പോഴും മനസ്സിലാവുള്ളൂ. അങ്ങനെ നടന്ന് 4 വട്ടം 5 വട്ടം. പിന്നെ യാസീൻ ഓതി ദ്വാരന്ന് പള്ളിക്കൽ പോയി, പിന്നെ ദ്വാര നിസ്കരിച്ച് ദ്വാരന്നിട്ടാണ് അവസാനം അവളെ കൊണ്ടുവരാൻ പോവുക. പഠിച്ചോനെ തിന്നെങ്കിലും ശരിയാണ്. ഒരു തല്ലം നടിച്ച് ഓളെ കൊണ്ടുപോയി അപ്പോഴത്തിന് ഒരു കുഞ്ഞുമാനെ കൊണ്ടുപോയി പറഞ്ഞ് തിരിച്ചു വന്നാൽ അന്ന് വൈകുന്നേരം നമുക്ക് പിന്നെ തെറ്റും. സത്യല്ലേ? അപ്പോൾ ചില ആളുകൾ പറയാം അത് മൂപ്പരത്ത് പോയാൽ നമുക്ക് എന്തെങ്കിലും പറഞ്ഞിരുന്നത് എന്താ ചെയ്യുക, ഞാൻ നിന്നെ 4 വട്ടം ചുറ്റിക്കും. അതതിൽ മനഃശാസ്ത്രമുണ്ട്. എന്തുകൊണ്ട് എൻ്റെ അടുത്ത് വീഴ്ച സംഭവിച്ചിരിക്കാതെ എൻ്റെ അടുത്തൊക്കെ വീഴ്ച സംഭവിച്ചതുകൊണ്ടാണ് ഇവനുള്ളിൽ കയറുന്നത്. ആ വീഴ്ച നീ സംഭവിക്കരുത്. അപ്പം ഇതിന് പല പണിയെടുപ്പിക്കും, പലതും അപ്പോഴേ ആവുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല? ഇത് ചിന്തിക്കണം. ഇപ്പം ഇത്തരം ഫഷലൊക്കെ ആളുകൾക്ക് വരും. ആളുകൾ വന്ന് ഞാൻ പിറ്റേന്ന് ഇത് വന്ന് എന്നോട് പറഞ്ഞ് പിന്നെ പോയി ഞാനൊരു കാര്യം പറഞ്ഞു കൊടുത്തു, 2ാം വട്ടം വന്നു, അപ്പോൾ രാമര് പറഞ്ഞു കൊടുത്തു, പിന്നെ അവർ തിരിച്ചു വന്നിട്ടില്ല. അങ്ങനത്തെ ആളുകളുണ്ടാവും. അങ്ങനെ വരുമ്പോഴത്തെ നിങ്ങളുടെ പ്രശ്നം തീരും. നിങ്ങൾ പ്രശ്നം ചെറുതല്ല, വലിയ പ്രശ്നമാണ്. അത് തീരും. അത് 4 വട്ടം നടക്കുമ്പോഴത്തേനും പ്രശ്നം തീരും. പ്രശ്നം അടിസ്ഥാന പരിഹാരം ഞാൻ പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. എൻ്റെ വലുപ്പത്തിലല്ല, അതിൻ്റെ പിന്നിലൊക്കെ വലിയ ഹൈറും രഹസ്യങ്ങൾ കിടക്കുന്നുണ്ട്. അതിൻ്റെതല്ല. ഞാനിതിലൊരു മൈക്ക് സെറ്റ് മാത്രമാണ്. ആ പ്രശ്നം പരിഹരിക്കും. പ്രശ്നമൊക്കെ പരിഹരിച്ചേരുന്നവർ ഇന്നും ലോകത്തുണ്ട്. ലോകം അവസാനിക്കാനാണെങ്കിലും അള്ളാഹുവിൻ്റെ ഇബാദത്ത് മരിച്ചിട്ടില്ല. അള്ളാഹു തആല അവരെയൊക്കെ കൂടെ നിൽക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാനിത് പറയുന്നത് എന്തെങ്കിലും കാര്യം ഞാൻ എന്നെ ചെയ്തോ എന്ന് പറയുന്നത് അത് എൻ്റെതാണെന്ന് വിചാരിക്കണ്ട. അതിനൊക്കെ പിന്നിൽ പലതും കിടക്കുന്നുണ്ട്. എല്ലാം കൂടി എനിക്ക് നിങ്ങളോട് പറയാനോട് പറ്റില്ല. പലതും ഉണ്ട്. അപ്പോൾ വന്നുകൊണ്ടേയിരിക്കണം. വെള്ളിയാഴ്ച ദാറുൽ ഖുർആൻ്റെ ക്ലാസ്സിൽ വരണം എന്ന് പറഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ 12 മണിക്ക് വരരുത്. വെള്ളിയാഴ്ച ഉണ്ടായിരുന്നു. അത് അങ്ങനത്തെ ഒരു മജ്‌ലിസാണ്. വെള്ളിയാഴ്ച രാവിലെ ദാറുൽ ഖുർആനിലെ മജ്‌ലിസിൽ വരണം എന്ന് പറഞ്ഞാൽ അതൊരു ഖൈറാണ്. എന്തുകൊണ്ട്? അത് കാണപ്പെടുന്നതിൻ്റെ 100 ഇരട്ടി കാണപ്പെടാത്തവരുള്ള മജ്‌ലിസാണത്. കാണപ്പെട്ടവരുടെ 100 ഇരട്ടി കാണപ്പെടാത്തവർ, അതൊരു മജ്‌ലിസുമാണ്. 313-ാമത്തെ മജ്‌ലിസിൽ ഞാൻ 10,000 ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ നാട്ടിലെ മനുഷ്യന്മാർ മുഴുവനിക്കെതിരായി, കമ്മിറ്റിക്കാരെതിരായി, എല്ലാവരും എതിരായി. അത് പറഞ്ഞ് എന്തുകൊണ്ട് രാവിലെ 7 മണിക്ക് വരണം, 8-8:30 9 മണി തീരും, അപ്പോഴത്തേന് 10,000 ആൾക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പം എന്നോട് ഇവർ പറഞ്ഞു, ഈ കമ്മിറ്റിക്കാർ എന്നോട് പറയാണ്, എന്ത് അത് മഗ്‌രിബിക്കായിക്കളി രാവിലെ എങ്ങനെ ആൾ വരിക? രാവിലെ എങ്ങനെ ആൾ വരിക? രാവിലെ എത്ര ആളെ എവിടുന്ന് എങ്ങനെ വരുന്നത്? വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ വൈകുന്നേരം വെച്ചാൽ വൈകുന്നേരം ആളെ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു വൈകുന്നേരം ആളെ കിട്ടൂല, ആളെപ്പോഴേ കിട്ടുള്ളൂ. അവസാനം ഞാൻ കമ്മിറ്റിക്കാർ രഹസ്യമായി പിന്നെ മറ്റേ ഭക്ഷണം വെക്കാൻ ഏൽപ്പിച്ചവനോട് രഹസ്യമായി പറഞ്ഞു, 1500 ആൾക്ക് ഭക്ഷണം വെച്ചു. മൂപ്പര് പറഞ്ഞു ഇവനും കൂടി കേൾക്കണ്ട. പിന്നെ അത് ഞാൻ നിർബന്ധിച്ച് 3000 ആക്കി. അവസാനം ഞാൻ തന്നെ പറഞ്ഞു, ആദ്യ ഭക്ഷണം വെപ്പേരൻ എന്നിവിടെ ജീവിച്ചിട്ട് പിന്നെ ചോദിച്ചു നോക്ക്. ആ ഭക്ഷണം വെപ്പേരൻ ഞാൻ ഒറ്റ കുറിച്ചാണ് പറഞ്ഞു, ഈ ജോലി പറഞ്ഞു കേൾക്കണ്ട, 10,000 ആൾക്ക് ഭക്ഷണം വെച്ചു, ഇല്ലെങ്കിൽ കുടുങ്ങും. 313-ന് വെള്ളിയാഴ്ച രാവിലെ 10,000 ആളുകൾ ഇവിടെ വരും. എൻ്റെ എന്നോട് പറഞ്ഞതിന് വരും. അവസാനം 9,000 ആളുകൾക്ക് ഭക്ഷണം വെച്ചു. 1.5 കിൻഡൽ അരിവട കൊണ്ടുവന്നും വെച്ചു. ആ 9,000 ആളുകൾക്ക് ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു? ഈ 1.5 കിൻഡൽ അരി വെച്ചു. ഇതൊക്കെ ഇവിടെ നടന്ന കാര്യങ്ങൾ സാക്ഷികളല്ലേ.
എനിക്ക് കിട്ടിയില്ല, ഞാൻ വേറെ തന്നെ ചോദിച്ചപ്പോൾ തിന്ന്. അതെങ്ങനെ പറയാൻ കഴിയുക? അതെങ്ങനെ പറയാൻ കഴിയുക? നിങ്ങളിപ്പോൾ പറയുന്നുണ്ടല്ലോ, അതെങ്ങനെ പറയാൻ കഴിയുക? അന്ന് എൻ്റെ വലുപ്പത്തരല്ല, അന്ന് എൻ്റെ വലുപ്പത്തരേ അല്ല. ഞാൻ പറയാം, എൻ്റെ വലുപ്പത്തരല്ല. ഇതിൽ പല രഹസ്യങ്ങൾ കിടക്കുന്നുണ്ട്. അത്ര കണക്കാക്കുള്ളൂ. അത് പറഞ്ഞാൽ പിന്നെ രഹസ്യമല്ലല്ലോ, രഹസ്യം കിടക്കുന്നുണ്ട്. ഇതിൽ പല രഹസ്യമുണ്ട്. ഇല്ലെങ്കിൽ എങ്ങനെ വരിക? ആളുകൾ വന്നെന്ന് അറിഞ്ഞു. 10,000 ആളുകൾക്ക് കസേര വേണമെന്ന് ഞാൻ പറഞ്ഞു. 1500 കസേര ഇറക്കി. പിന്നെ നിർബന്ധിച്ചു കൊണ്ടുവച്ചു. പിന്നെ നാട്ടിലുള്ള മുഴുവൻ കസേരകൾ കൊണ്ടുവന്നു. എന്നിട്ട് ആളുകളിൽ ഒരു 1/4 ആളുകളെങ്കിലും കസേര കിട്ടാതെ നിന്നു. ഇതൊക്കെ നടന്നല്ലോ. അപ്പം എന്തതിൻ്റെ ഇത് പ്രവചനം എന്ന് വിചാരിക്കണം നിങ്ങൾ. പ്രവചനം നല്ലത്. അത് ചില രഹസ്യങ്ങളുണ്ട്. അപ്പം ഞാൻ അത് മനസ്സിലാക്കേണ്ടതല്ലേ, സാധാരണ ഒരു മജ്‌ലിസല്ല, ഒരുപാട് രഹസ്യങ്ങളുള്ളതാണ്. അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ ക്ലാസ്സിൽ വന്നിരിക്കുന്ന വളരെ ഹൈറായ സംഗതിയാണ്. വളരെ വെള്ളിയാഴ്ച രാവിലെ അതിന് വരിക ഭയങ്കര ഹൈറാണ്. അങ്ങനെ പലവട്ടം നിയ്യത്ത് ചെയ്ത് വന്നാൽ തന്നെ ഒരളവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൈർ നിങ്ങൾക്ക് തരും. കാരണം അങ്ങനത്തെ ഒരു ഹൈറാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം. നമുക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പിടുത്തം. രാവും പകലും ഒരാൾ ഫാത്തിഹ ഓതുക. വമൻ ദാവമ അലാ ഖിറാഅത്തിൽ ഫാത്തിഹ, ഒരു ഫാത്തിഹ ഒരാൾ നിത്യമായി ഓതി, ലൈലൻ വനഹാറൻ, രാവും പകലും ഓതന്നെ, സഅലല്ലാഹു അൻഹുൽ കസ്ല വൽ ഫശല, അല്ലാഹു സുബ്ഹാനഹു വ തആല മടി നീക്കും, തളർച്ച. കയ്യിന്റെ പണിയെടുക്കാൻ വയ്യ, ലൈംഗികാവയവത്തിന് അതിന്റെ പണിയെടുക്കാൻ വയ്യ, കാലിന്റെ പണിയെടുക്കാൻ വയ്യ. അതൊക്കെ എന്തുകൊണ്ട്? അതിനൊക്കെ നീക്കാനുള്ള പരിഹാരമാണ് എന്ത്? ഫാത്തിഹ ഒരു മരുന്നാണ്. നിയ്യത്ത് ചെയ്താൽ മതി. എൻ്റെ പ്രശ്നം റബ്ബ് പരിഹരിച്ചിരിക്കും. എൻ്റെ പ്രശ്നം നാട്ടിൽ അല്ലാഹു പരിഹരിക്കും. ഒരു മനുഷ്യന് നാട്ടിൽ തോറ്റാൽ പൊരയിൽ വരാം, പൊരയെ തോറ്റാലോ എവിടുക്കും. അപ്പോൾ തോൽക്കാൻ പാടില്ലാത്ത സ്ഥലം പൊരയാണ്. നിങ്ങളെൻ്റെ കൂടെ അല്ല. എവിടെയും തോൽക്കാം. എവിടെ തോൽക്കരുത്? സ്വന്തം വരി തോൽക്കരുത്. വാപ്പൊരു സംഭവമെന്ന് മക്കൾക്ക് തോന്നണം, അത് തോന്നണം. ജോലി പടിയെടുത്ത് നമുക്കൊന്നും വേണ്ട. എൻ്റെ പടിയെടുത്താണ് ആവശ്യമില്ല. ഇതൊരു സംഭവമാണ് കുട്ടിയൊക്കെ തോന്നണം, ഇതൊരു സംഭവമാണ് പെണ്ണുങ്ങൾക്ക് തോന്നണം, അതിനൊരു സംഭവമാകണം. ശുക്കൂർ സുന്ദരനാ, അത് വല്ലാത്ത സംഭവമാണ്. ശുക്കൂറിന് കുട്ടിയൊക്കെ തോന്നില്ല, അത് സംഭവമാണ്. അല്ലേ? ശുക്കൂറിന്റെ കുട്ടിയൊക്കെ തന്നെ സംഭവം തോന്നില്ല. എനക്ക് പാട്ടോടാ, ശുക്കൂർ സുന്ദരനാ, അത് വല്ലാത്ത സംഭവമാണ്. ശുക്കൂറിന്റെ കുട്ടിയൊക്കെ പറഞ്ഞേ ശുക്കൂർ സംഭവം സത്യം. അള്ളാന്റെ അടുക്കൽ നിനക്കൊരു സ്ഥാനം ഉണ്ടെങ്കിൽ ഇതൊരു സംഭവമാണ്. എൻ്റെ പെണ്ണ് നോക്കുന്നു ഒരു സംഭവം. അതല്ലേ എൻ്റെ പെണ്ണ് അള്ളാന്റെ അടുക്കൽ നിനക്ക് സ്ഥാനം ഉണ്ടെങ്കിൽ എൻ്റെ പെണ്ണുങ്ങൾക്ക് തോന്നും സംഭവം. പറയും ഉള്ളിൽ പേടിണ്ടാവും. പറയുമ്പോൾ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. അത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയ്ക്കിൽ ദേഷ്യപ്പെടലും തെറ്റലും ഒക്കെ ഉണ്ടാകണം. നല്ലതാണ്. പരിധിയുള്ളിൽ തന്നേ ഉള്ളൂ. ഇടയ്ക്കൊരു വർത്താനം ഒക്കെ ഉണ്ടാകണം. ഏറെ വർത്താനം കൂടെ പറയുമ്പോൾ അമരും ഓളെ ഇതൊക്കെ ജീവിതത്തിൽ വേണം. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നും എന്ത്? മൂപ്പര് രാമനുഷ്യനാണ്. ഓളെ ആശുപത്രിയെ കൊണ്ടുപോകുന്ന നേരത്തെ ഓളെ കുട്ടീനെ ഒക്കെ തലവേദന, നിങ്ങളൊരു ഫാത്തിഹ തലയ്ക്കൊന്ന് മന്ത്രിക്കുന്നു പറയുന്നുണ്ടോ എന്നോട്? ഇജ്ജ് മൂല്യരാണ്ട ആവശ്യമില്ല. ഓക്കെ തോന്നണം. ഇജ്ജൊരു സംഭവം തോന്നിയാൽ ഓള് പറയും, നിങ്ങൾ ഓതിയാൽ മതി, നിങ്ങൾ തലയ്ക്കൊന്ന് മന്ത്രിച്ചു മതി. ഒരു ഫാത്തിഹ എന്തേ പറയില്ലേ? അതിന് മൂല്യരാണ്ടെങ്കിൽ ഫാത്തിഹ സുഹൃത്തോതി മന്ത്രിക്കാൻ തന്നെ മൂല്യരാണ്. മോക്ക് തോന്നണം. എൻ്റെ മാപ്പിളന് മാത്രമുണ്ട് എൻ്റെ അങ്ങനത്തെ അത് തോന്നണം. അതിന് മാത്രം ഉണ്ടാകണം. അത് ഇട്ടുകൊടുക്കേണ്ടത് ആരാണ്? പറയാ, അതാ കൽബിൽ ഇട്ടുകൊടുക്കൽ ആരാണ്? റബ്ബാണടാ. അതിന് റബ്ബും തമ്മിൽ ബന്ധം ഉണ്ടാകണം. നാട്ടിൽ തോറ്റ പെരി പോയിക്കൂടെ? പെരി തോറ്റ എന്ത് ചെയ്യും? അതാണ് തോൽക്കൽ. ഈ ലോകത്തെ ഏറ്റവും വലിയ തോൽക്കൽ എവിടെ തോൽക്കലാണ്? പൊരേ തോൽക്കലാണ്. നാട്ടിൽ തോറ്റൽ എന്ത്? ഞാൻ തൊള്ളി തോറ്റു, ഞാൻ അങ്ങാടി തോറ്റു, അതിനെന്താ പ്രശ്നം? എവിടെ തോൽക്കരുത്? പൊരി തോൽക്കരുത്. പൊരേ തോറ്റ കഴിഞ്ഞ് പൊരേ തോൽക്കാന്ന് ഇങ്ങനെ മീശി പറപ്പിച്ച് നടക്കാന്നല്ല. അത് കുട്ടികൾക്ക് ആ ജാതി മീശനെ കുട്ടികൾക്ക് ബലം ഉണ്ടാവില്ല. ചുങ്കം പിരിക്കണോടത്ത് പണ്ട കാലത്ത് ഒരു മീശക്കാരനെ എത്തിയെന്ന സംഭവം എൻ്റെ വാപ്പനോട് പറഞ്ഞിട്ടുണ്ട്.
ചുങ്കം പിരിവിൽ ആ ചുങ്കം പിരിക്കുന്നിടത്ത് ഒരു മീശക്കാരനെ രാവിലെ ഓൻ വന്നിരിക്കും. അവനെ കൊണ്ട് ഞാൻ അവിടെ ഇട്ടു. അപ്പം ചുങ്കനെ ഭയങ്കര ഇവനെ വലിയ മീശയും വലിയ കണ്ണും തലയും ഒക്കെ എടുത്ത് ഇവനെ അങ്ങനെ കൊടുത്തിരിക്കും. ആരെങ്കിലും ചുങ്കം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം പറയും ഞാനിവിടെ എണീക്കും, ഞാൻ എണീറ്റാണ് മര്യാദകൾ കൊടുക്കേണ്ടി വരും. അപ്പം എല്ലാവരും പേടിച്ച് കൊടുത്തു പോകും. അങ്ങനെ ഇവനെ പോലത്തെ ഒരു പിരാന്തം വന്നപ്പോൾ ചുങ്കം കൊടുത്തില്ല. അപ്പോൾ മറ്റേ വിളിച്ചു പറഞ്ഞ് ഞാനിവിടുന്ന് എണീറ്റാലുണ്ടല്ലോ എന്നാണ്. എന്നാ ചെന്ന് എണീക്കുക, എന്നിട്ട് വേഗം കൊടുക്കണുള്ളൂ. അപ്പം പറഞ്ഞു അങ്ങനെ മാനം കടത്തല്ല. ഓന് കജും കാലില്ല. ഓന് രാവിലെ അവിടെ കൊണ്ടുവന്ന് ഇരുത്താണ്. ഓനാകെ എന്തേ ഉള്ളൂ ഈ മീശ. എനിക്ക് മീശ ഉണ്ടായതുകൊണ്ട് കുട്ടികൾക്ക് പേടിയാവില്ല. ಗೊತ್ತಿല്ലേ ഇത് മീശ വെച്ചോണ്ടൊന്നും എന്നെ കുട്ടികൾക്ക് പേടിയാവില്ല. ഈ ചാളാൻ്റെ ആളായോ കുട്ടികൾക്ക് പേടിയാവും. എൻ്റെ കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പറയും പയിച്ച് വേർക്കണം കേട്ടോ എന്ന്. അല്ല ഇതിന് മാത്രം അല്ലെങ്കിൽ തലേന്ന് രാത്രി മൂത്താപ്പൻ്റെ പരിയില കുട്ടി പോയി പറയാം മൂത്താപ്പയെ നാളെ പരീക്ഷയാണ് വേർക്കണം കേട്ടോ. എന്ത് എൻ്റെ അപ്പനോട് എൻ്റെ വാപ്പ വേർന്നിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്ന് കുട്ടിക്ക് തോന്നിയാലോ. അത് കൽബിൽ റബ്ബിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി റബ്ബും ഇജും തമ്മിൽ ബന്ധം വേണം. ഫാത്തിഹ നിത്യമായി അള്ളാഹു തആല കസ്ൽ നീക്കും, ഫശൽ നീക്കും. ഫശൽ എന്ന് പറഞ്ഞാൽ കുഴച്ചിൽ. അത് കയ്യിൻ്റെ കുഴച്ചിലാകാം, കാലിൻ്റെ കുഴച്ചിലാക്കാം, ആകാം ലൈംഗികാവയത്തിൻ്റെ കുഴച്ചിലാകാം. ഇങ്ങനെ പലതും അള്ളാഹു തആല അത്തരം ആപത്തുകളെ തൊട്ട് നമ്മളൊക്കെ ഏതവയവും കൊഞ്ഞു പോന്നിടത്ത് അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അപ്പം സാലല്ലാഹു ഒരാൾ അതിൻ്റെ ഫലാണ് ഇപ്പം പറയുന്നത് ദായിമായി ഒരാൾക്ക് ഓതുകയാണെങ്കിൽ അള്ളാഹു തആല ലൈലൻ വനഹാറ രാവില്ല പകലില്ല എങ്കിൽ ഇതേ നിയ്യത്തിലോ എൻ്റെ ഫശൽ നീങ്ങിപ്പോണം, എനിക്കിൻ്റെ കാര്യങ്ങൾ ഭംഗി നടക്കണം. وطهر الله تعالى باطنه وظاهره من جميع الآفات النفسانية والإرادات الشيطانية وألهمه الله تعالى العلم اللدني ظاهرا وباطنا. سبحان الله. എന്താ പറഞ്ഞത്? മടി നീക്കും, തളർച്ച ഒഴിവാക്കും, കുഴച്ചിൽ ഒഴിവാക്കും. വതഖറല്ലാഹു തആല അല്ലാഹു തആല ശുദ്ധീകരിച്ചു കൊടുക്കും ബാത്തിനഹു അവൻ്റെ ഉള്ളിനെ, വലാഹിറഹു അവൻ്റെ പുറത്തെയും, മിൻ ജമീഇൽ ആഫാത്തിൻ നഫ്സാനിയ ശരീരത്തിന് വരാവുന്ന എല്ലാ ആപത്തിനെ തൊട്ടും. മനസ്സിലായില്ലേ പറഞ്ഞത്? എണ്ണൊന്നും നോക്കണ്ട, ഓതന്നെ എന്തോടുക ഫാത്തിഹ. പരിപരിഹാരം പിശാചിന്റെ ഉദ്ദേശ്യം നിന്റെ തടിയിലോ നിന്റെ വീട്ടിലോ നടക്കൂല. ആൺകുട്ടിയാണ് ഫാത്തിഹ സൂറത്ത് പഠിപ്പിക്കുന്ന ഒരാളെ തടി കയറാൻ പിശാച്ചിന് കഴിയൂല, അവന്റെ വീട്ടിൽ കയറാനും പിശാച്ചിന് കഴിയൂല. وطهر الله تعالى باطنه وظاهره من جميع الآفات النفسانية والإرادات الشيطانية وألهمه الله تعالى الله تعالى അവന് ഇൽഹാം കൊടുക്കും. العلم اللدني ലദുന്യ ഇൽമ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു, റാസിയമ്മ ഞങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യന് മഅരിഫത്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഫാത്തിഹ ഓതണം. എപ്പോഴും ഫാത്തിഹ ഓതണം. മഅരിഫത്ത് പറഞ്ഞാൽ അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം, അതാണ് അറിവ്, അതാണ് അള്ളാഹുവിന് നമ്മൾ ബന്ധം. മഅരിഫത്ത് മറ്റേ ഇൽമ, ബുക്കിന്ന് കിട്ടുന്ന ഇൽമ. പഴയ കാലത്ത് ഇൽമ കുറവാണ്, മഅരിഫത്ത് കൂടുതലാണ്. ഇന്ന് ഇൽമുണ്ട്, മഅരിഫത്ത് റസാനല്ല. അപ്പം നമ്മൾ ഇന്ന് ആരോട് കൂട്ടുകൂടും? എന്തുകൊണ്ട് മഅരിഫത്തില്ല? മറ്റേ കണ്ടാൽ തന്നെ അറിയാം. വേണ്ട ഒരുത്തൻ വന്ന് പെരിന് മകളെ കാണാൻ വേണ്ടി പഴയ കാലത്തെ കാര്യങ്ങൾ ഒരുത്തന്നെ പുതിയ പെണ്ണ് കൊണ്ടുവന്നു, പെണ്ണിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വല്യാപ്പ കസരി കുത്തിരിക്കണം, വല്യാപ്പ ഒന്നങ്ങോട്ട് കാര്യം ഒന്നങ്ങോട്ട് കാര്യം. പിന്നെ പറഞ്ഞു കുട്ടി അമ്മായിൻ്റെ അടുത്തേക്ക് എൻ്റെ പരിക്ക് പോയതാണോ? ഞാൻ അപ്പോഴുണ്ടെന്ന് വിചാരിച്ചില്ല, പക്ഷെ ഓളില്ല, അമ്മായിൻ്റെ അടുത്ത് പോയതാണ്. ഓളെ വേണമെങ്കിൽ അമ്മായിൻ്റെ പരിക്ക് മെല്ലെ അടുക്കള വാതിൽക്കൂലാണ് വിടുകയും ചെയ്യും. ഓളിവിടെ അല്ല, നിങ്ങൾ പിന്നെ വരി പറഞ്ഞയച്ചിട്ട് ബാക്കിന്ന് ബ്രോക്കറാണ് വിളിക്കും. ഈ ജാതിനെ അവരോട് എടുത്തിട്ട് പറയും. ഓൻ്റെ കുടിക്കാൻ പരിശോധിച്ചിട്ടല്ല, കണ്ടപ്പോയത്തിന് ഈ തന്തൊക്കെ മനസ്സിലായി ഓനെ തറവാട് കയറ്റാൻ പറ്റൂല. അത് ഇൽഹാമാണ്. അതിനാണ് ഇൽഹാം പറയുന്നത്. അതാണ് ഇൽഹാം. അത് ഈ മനുഷ്യൻ്റെ അമൽ കൊണ്ട് പടച്ചും കൽബിലിട്ടെടുക്കുന്ന പ്രകാശം. സത്യല്ലേ? പിന്നെ കെട്ടിച്ചെടുത്തിട്ട് പിന്നെ കൊടുക്കാൻ നിൽക്കണ്ട. ഓനെ കണ്ടാൽ തന്നെ അറിയില്ല, ബ്രോക്കർക്ക് അറിയില്ല. എന്തുകൊണ്ട് ബ്രോക്കർക്ക് ജാതി ഔറാദൊന്നും ഉണ്ടാവില്ല. ബ്രോക്കർ
നല്ല ആളെന്ന് ഇത് നല്ല ഉസാർ നല്ല മീശയും താടിയൊക്കെ ഉണ്ടായിട്ട് കൊണ്ടുവന്നതാ. അപ്പം വല്യപ്പ അവിടെ നിന്ന് എണീറ്റ് അങ്ങോട്ട് പെണ്ണിനെ മെല്ലെ അടുക്കള വാതിൽ കൂടി അമ്മായിൻ്റെ അടുക്ക് വിട്ടു. എന്നാ പറഞ്ഞ നോണിയാണ്ട ഓളെ അമ്മായിൻ്റെ അടുക്ക് പോയതാ, നിങ്ങൾ പിന്നെ വരും. പിന്നെ ബാക്കിൽ കൂടെ അങ്ങനെ കണ്ടിട്ട് വിളിച്ചാൽ ഈ ജാതി കൊണ്ടുവരുത്താ. പിന്നെ ബ്രോക്കർ തന്നെ പറയുമ്പോൾ മറ്റൊരാളെ പറയുമ്പോൾ മൂപ്പരോടെ അങ്ങനെ എല്ലാത്തിനും കൊണ്ടുപോകാൻ പറ്റൂല എന്ന് ബ്രോക്കർക്ക് മനസ്സിലാവും. ഇത് എവിടുന്ന് എൻ്റെ കുടിക്കാൻ. പിന്നെ 4 ആഴ്ച 5 ആഴ്ച 10 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ബ്രോക്കർ തന്നെ ആ വല്യപ്പനോട് പറയും നന്നായി നിങ്ങൾ അന്നാ പറഞ്ഞത്. ആ കുടുംബം തന്നെ പോക്കാൻ. അപ്പോൾ പിന്നെ മനസ്സിലാണ് ഞാനത് ഒഴിവാക്കി. ഇത് 5 ആഴ്ച 10 ആഴ്ച കഴിഞ്ഞിട്ട് ഈ ബ്രോക്കർ വല്യപ്പനോട് വന്ന് ഇങ്ങോട്ട് പറയും. വല്യപ്പാക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി ഇതെന്താ. അതിന് ഇൽഹാം എന്ന് പറയും. ഇൽഹാം ആര് കൊടുക്കും? അള്ളാഹു കൊടുക്കും. എൻ്റെ റബ്ബും വല്യപ്പനോട് എന്താണ്? അങ്ങനത്തെ ആളുകൾ ഇപ്പം നമ്മുടെ കൂട്ടത്തിലില്ല. അങ്ങനത്തെ ആളുകൾ ഇന്ന് നമ്മളെ കൂടെ ഇല്ല. അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിലോ ഈ പ്രശ്നങ്ങളൊന്നും 90% പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് ഇപ്പോൾ അൽഹമഹുല്ലാഹു തആല രാവും പകലും ഒരു മനുഷ്യൻ ഫാത്തിഹ ഓതൽ പതിവാക്കിയാൽ അൽഹമഹുല്ലാഹു തആല അല്ലാഹു ആ മനുഷ്യന് ഇൽഹാം കൊടുക്കും. അൽ ഇൽമൽ ലദുന്നി ളാഹിറൻ വബാത്തിനാ. ഉള്ളും പുറവും അവൻ എന്തുണ്ടാവും? അവൻ എന്തുണ്ടാവും? ഉള്ളും പുറവും എന്തുണ്ടാവും? അവൻ എല്ലാ തിരിച്ചറിയാനുള്ള കഴിവ് അള്ളാഹു കൊടുക്കും. ഉള്ളും പുറവും ഞാൻ അറിയും എന്ന്. ഫാത്തിഹ സൂറത്തിന്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅഹാ ഇൻദ وضع جبينه على الفراش وقرأ معها قل هو الله أحد 3 مرات والمعوذتين فقد أمن من كل شيء إلا الموت. ഒരു ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വദത്തൈനി ഓതിയിട്ട് 3 വട്ടം ഓതിയിട്ടാണ് കടന്നതെങ്കിൽ പേടിക്കണ്ട. അമിന മിൻ കുല്ലി ഷൈഇൻ, അവൻ എല്ലാത്തിനും തൊട്ടും നിർഭയനായിരിക്കും. ഇല്ലൽ മൗത്ത്, എന്തൊഴികെ. ഇനി മരിക്കണമെങ്കിലോ അത് ഓതിയിട്ടാണ് കിടന്ന് ആ രാത്രി ഉറക്കിൽ മരിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് കൊടുക്കും? എന്ത് കൊടുക്കും? ഈമാൻ കൊടുക്കും. എന്തിനാ പഠിക്കും? ഫാത്തിഹ സൂറത്ത് മനസ്സിലാവുണ്ടോ? അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അമീന. പേടിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ പഴയ കാലത്ത് എന്നോട് നല്ല മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്. എന്നോട് നല്ലൊരു മനുഷ്യൻ, കളവ് ഒരിക്കലും പറയാത്തൊരു മനുഷ്യൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ബാപ്പാക്ക് എന്തോ സാധനം വീട് ആന്തരം നടന്ന് വിൽക്കുന്ന പണിയാണ് ബാപ്പാക്ക്. അങ്ങനെ ബാപ്പ ചില രാത്രി വരൂല. അങ്ങനെ അക്കാലത്ത് അങ്ങനെ മരക്കൂട്ടങ്ങളും അതും ഇതൊക്കെ ഉള്ള വീടുകളല്ലേ, കാട്ടിൽ നടുവിൽ അവിടെയും കാട്ടിൻ്റെ പറമ്പിൽ അങ്ങനെ. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞങ്ങളെ വീട്, വൈക്കോലിട്ട് വീട്. അങ്ങനെ ഈ മനുഷ്യനോട് പറയാണ്, അങ്ങനെ ബാപ്പ വരാത്ത രാത്രിയിലാണ് എങ്കിൽ എന്ത് ചെയ്യും? ഒരു പാമ്പ് വന്നിട്ട് കട്ടിൻ്റെ അടി കിടക്കും സ്ഥിരം. നാട്ടുപാതിരക്ക് ബാപ്പ എങ്ങാനും വന്ന് വാതിൽ തുറന്ന് കയറിയാലോ പാമ്പ് എല്ലാം പോവുകയും ചെയ്യും. ഇത് പതിവായിരുന്നു എൻ്റെ പേരിൽ. കളവരാത്തിന് മനുഷ്യൻ. ഇന്നിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾക്ക് ട്രോളാം. പക്ഷേ ഈ മനുഷ്യനെ ജീവിച്ചിരിപ്പുണ്ട്. ഏത് ഉമ്മ മരിച്ചുപോയി, ബാപ്പ മരിച്ചുപോയി, ഇത് അനുഭവിച്ച കുട്ടി ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ പേരിൽ അങ്ങനത്തെ അനുഭവം ഉണ്ടായിരുന്നു. ബാപ്പ വന്നാൽ ചോദിക്കും, എൻ്റെ ചങ്ങായി കട്ടിൻ്റെ അടിയിലുണ്ടോ? അവിടെ ഉണ്ടാവും. അപ്പോൾ ഒളിഞ്ഞു നോക്കിയാൽ കട്ടിൻ്റെ അടിയിൽ പാമ്പുണ്ടോ? പാമ്പ് എല്ലാം ബാപ്പാൻ്റെ ഒച്ചയും കുളിയൊക്കെ കേട്ടാ പാമ്പ് എല്ലാം കണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ബടമുണ്ട്, കൂടെ പോയി പാമ്പ് പോവുകയും ചെയ്യും. ഇതിന് പല അർത്ഥം ഉണ്ടാവും. ഇതൊരു സാലിയായ ജിന്നാകാം. പാമ്പിൻ്റെ കോലത്തിൽ ജിന്നുകൾ വന്നാലേ അങ്ങനെ മതിയല്ലേ. അത് ഈ കുടുംബത്തിനൊരു സന്തോഷവും ഇഷ്ടമുള്ളതായിരിക്കും. അത് അവിടെ ഉള്ള കാലത്തോളം ആരും അവിടെ തിരിഞ്ഞു നോക്കൂല. തിരിഞ്ഞു നോക്കിയാൽ മതിയെ കൂടി തിരിച്ചു പോകില്ല. അപ്പം ഈ തള്ളക്ക് അവിടെ കട്ടിനടിയിൽ പാമ്പുണ്ടാവും. നല്ല ഉറക്കുറങ്ങും. അവിടെ കാവൽക്കാരനുണ്ട്. ആര്? പാമ്പ്. ബാപ്പ വന്ന് വർത്താനം ചോദിച്ചു, എൻ്റെ ചങ്ങായി ഉണ്ടാവില്ലേ കട്ടിൻ്റെ അടിയിൽ? അപ്പോൾ ഒളിഞ്ഞു നോക്കുമ്പോൾ പാമ്പുണ്ട്. പിന്നെ പാമ്പുണ്ട് പോകും. ഇത് എൻ്റെ പേരിൽ പതിവായിരുന്നു. അപ്പോൾ വീട് കാക്കണത് ആരാണ്? പാമ്പ്. ഇന്നത് പാമ്പായിക്കോണമെന്നില്ല. അങ്ങനെ അല്ലാതെ എങ്ങനെയാ ജനതയൊക്കെ ജീവിച്ചു? മര്യാദയ്ക്ക് ഒരു വാതിലുണ്ടോ? ഒരു ചവിട്ടിയ ചുമര് പൊളിഞ്ഞാടൂലേ? ആ ജാതി അല്ലേ അതിങ്ങനെ ജീവിച്ച് ഓലെ സംബന്ധിച്ച റബ്ബ്. ആ റബ്ബേറ്റ് ബന്ധം അധികരിച്ച് ഒഴിവാക്കിയപ്പോൾ നമുക്ക് നല്ല കരിങ്കല്ലുകൊണ്ട് ചുവര് വെക്കേണ്ടി വന്നു. എന്നിട്ട് വല്ല സുരക്ഷിതത്വമുണ്ടോ? ഇല്ല.
ഈ വാതിൽ തുറക്കേണ്ട ഒരാളെ നൊന്തിയ പൊളിഞ്ഞാടിന ആ പൊരയിൽ ബാക്കി പോയ നിന്റെ ഭാര്യയെ 100 വട്ടം എനിക്ക് വിശ്വാസമാണ്, ഓളെ ആറാമ് ചെയ്യൂല, ആ വാതിൽ ഒരാൾ തള്ളൂല്ല, വിശ്വാസമാണ്. അതേ സമയത്ത് കരിങ്കല്ലുകൊണ്ട് ചുമരിച്ച് ഇരുമ്പിന്റെ വാതിൽ വെച്ച് പോകുന്ന നിനക്ക് വീട്ടിൽ CCTV വെക്കണം, ആരെങ്കിലും ഒരു കയറുന്നുണ്ടോ നോക്കണം. എനക്ക് നിന്റെ പെണ്ണുങ്ങളെ വിശ്വാസമല്ല. സത്യമാണോ അല്ലേ? എന്തുകൊണ്ട് വിശ്വാസമല്ല? നിനക്കാരുമായി ബന്ധമല്ല, എൻ്റെ റബ്ബുമായി ബന്ധമല്ല. അതന്നെ പ്രശ്നം. റബ്ബേറ്റ് ബന്ധമില്ല. റബ്ബേറ്റ് ബന്ധമുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾക്കവിടെ കയറാൻ കഴിയൂല. അപ്പൊ അതിനൊക്കെ കാരണം ഇത്തരം ഔറാദുകളായിരുന്നു. ഈ ഔറാദുകൾ കൊണ്ടല്ലാതെ ഫർദ് സ്കെച്ചിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയൂല. അള്ളാഹുവിലേക്ക് അടുക്കൽ എപ്പോഴാ? എന്റെ അടിമ എന്നിലേക്ക് അടുക്കൽ എന്തുകൊണ്ടാണ്? സുന്നത്തിനെ പഠിപ്പിക്കണം. നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു ചോറ് എടുക്കുന്നതാണ്. ഇപ്പൊ ഒരു ഹോട്ടലിൽ പോയി ചോറോട്ടാണ്, അപ്പൊ ചോറും കറിയും കൊണ്ടേ കൊടുത്തു. ഇതൊന്നും മുണ്ടിയതുമില്ല. ഏറി എന്നാൽ ഒരു ലേശം 4 പയറിൻ്റെ ഉപ്പേരിൻ്റെ 4 കഷ്ണം, പിന്നെ ഒരു ലേശം എന്താ പറയുക, ആരോ കൂട്ടിയ പിന്നത്തെ അച്ചാറിൻ്റെ കുറച്ച് ബാക്കി പുതിയൊരു പ്ലേറ്റിലാക്കി അതും ഒരു പപ്പടം കൊണ്ട് കൊടുത്താൽ അവിടെ എനിക്കൊന്നുമില്ല. കാരണം അതോൻ ചെയ്യേണ്ടതാണ്, ഇത് എൻ്റെ അവകാശമാണ്. കഴിഞ്ഞ 50 റുപ്യ കൊടുക്കൽ ഓൻ്റെ അവകാശമാണ്. അതിനിടയിൽ തിന്നാൻ കുത്തിരിക്കുന്നിടയിൽ ഓൻ പറഞ്ഞു, പിന്നെ ഞാൻ പെരീന്ന് കൊണ്ടുവന്ന കുറച്ച് പെരീന്ന് പെണ്ണുങ്ങൾ എനിക്ക് കൊടുത്തയച്ചതാണ്, കുറച്ച് നല്ല 1-ാം നമ്പർ തേങ്ങ പിന്നെ പീര പറ്റിച്ച് വെച്ച അതും കുറച്ചുണ്ട്, കുറച്ച് ചേമ്പിൻ്റെ കൂട്ടാനുണ്ട്, അതൊക്കെ ഞാനിത് എടുക്കട്ടെ അടുത്തോളം. അപ്പം നോക്കുമ്പോൾ അതെടുത്ത് മുന്നിൽ കൊണ്ട് നോക്കണോണ്ട് വാങ്ങിയത് 50 റുപ്യന്നെ. അപ്പം എനിക്ക് ഓനോട് എന്തുണ്ടാവും പറയാം, ഒരിഷ്ടം ഉണ്ടാവും. മാത്രമല്ല ഞാൻ എൻ്റെ അടുത്ത് 10 ആളുണ്ടെങ്കിലും ജാവ് ഹോട്ടലിൽ തന്നെ കയറുള്ളൂ. കാരണം ഓരോ അമ്മഞ്ച് നമ്മൾ മുക്കറബായി. ചോറും കറിയും മാത്രം കൊടുത്തിരുന്നെങ്കിൽ മുക്കറബാൻ കഴിയില്ല. ഈ ചോറും കറിയാണ് ഫർദ് മസാല എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? നമുക്ക് എന്തെങ്കിലും ഒന്ന് കൂടുതൽ കിട്ടുമ്പോൾ അവിടെ സന്തോഷമാണ്. ഏത് സാധനം അങ്ങനെ തന്നെയാണ്. എന്തും ഇപ്പം ഒരാളോട് എന്ത് ചെയ്തു എന്ന് വെച്ചെങ്കിൽ ജിദ്ദ ഒരു സാധനം പിന്നെ ഒരു ചായ വെള്ളമോ ഒരു ജ്യൂസോ പിന്നെ എന്താ പറയുക പിന്നെ ഒരു അവിൽ മിൽക്കോ എന്തെങ്കിലും ഒരു ഹോട്ടലിൽ കയറി കുടിച്ച് എനിക്ക് പൗതിയായപ്പോഴത്തേന് ഹോട്ടലുകാരും പിന്നെയും വന്ന് പിന്നെയും ക്ലാസ് നിറച്ചത്. അതുപോലെ ബാധ്യതയല്ല, അത് സുന്നത്താണ്. ഒരു അവിൽ മിൽക്കിന് എത്രയാണ്? അതിന് 90 റുപ്യ. ആ 90 റുപ്യ കൊടുത്ത് അവിൽ മിൽക്ക് കുടിച്ച് ചെറിയ തുടച്ച് പോയാൽ അതിൻ്റെ അപ്പുറത്തെ അവിൽ മിൽക്കാണ് പിറ്റത്തെ കാറ് നിൽക്കാൻ സൗകര്യമെങ്കിൽ ഇതവിടെ കയറും. എന്തുകൊണ്ട് എനിക്കൊരു ബന്ധമില്ല. അതേ സമയത്ത് ഓനെ അവിൽ മിൽക്ക് പിന്നെയും നിറച്ചതിന് കുറച്ചുകൂടെ ബാക്കിണ്ടായിരുന്നു, അതുകൂടി ഇങ്ങോട്ട് വിളിച്ചുകൂടി. അപ്പം എനിക്ക് എന്താ ഇത്? അപ്പോൾ ഇഷ്ടമായി. എന്തേ? അതൊന്നും ബാധ്യത ഇല്ലാത്ത ചെയ്തത്.